നമ്മളൊരു പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? നല്ല ഡിസൈൻ, നല്ല ഡിസ്പ്ലേ, നല്ല പെർഫോമൻസ്, നല്ല ക്യാമറ. എന്നാൽ ആ ഒരു ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആ ഫോണിന്റെ സോഫ്റ്റ്വെയർ. ബാക്കി എല്ലാ ഘടകങ്ങളും അടിപൊളിയാണ്, പക്ഷെ സോഫ്റ്റ്വെയർ പോരായെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ബോറാവും. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓപ്പോയുടെ ColorOS 16ന്റെ ഫീച്ചേഴ്സും പിന്നെ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ്, അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ ഈ പറയുന്ന ColorOS എവിടെയാണ് നിൽക്കുന്നത്? ഏറ്റവും ടോപ്പിലാണോ, താഴെയാണോ? ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടും. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സ്മൂത്ത്നെസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓപ്പൺ ആവുന്നു, പെട്ടെന്ന് ക്ലോസ് ആവുന്നു, ഫാസ്റ്റ് ആയിട്ട് എല്ലാം നടക്കുന്നു. അത് മാത്രമല്ല ആക്ച്വലി സ്മൂത്ത്നെസ്. ഈ ColorOS 16ൽ ലൂമിനസ് റെൻഡറിംഗ് എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ, ഫോണുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ അപ്പം തന്നെ വർക്ക് ആവണം. പിന്നെ ഇതിലുള്ള ആനിമേഷൻസ് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും ബഗ് ഇല്ലാതെ, ഗ്ലിച്ച് ഇല്ലാതെ, സ്റ്റക്ക് ഇല്ലാതെ വർക്ക് ആവണം. ഈ എഞ്ചിന്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എവിടെയാണെന്നറിയോ? പാരലൽ പ്രോസസ്സിംഗ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ഓപ്പൺ ആവുന്ന ആനിമേഷൻ ഉണ്ടല്ലോ, ഈ ഓപ്പൺ ആവുന്ന ആനിമേഷൻ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ തന്നെ അടുത്ത ആനിമേഷൻ തുടങ്ങാൻ പറ്റും. അതായത് രണ്ട് ആനിമേഷൻസിന് പാരലലി റൺ ചെയ്യാൻ പറ്റും. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നു, ക്ലോസ് ആവുന്നു, അടുത്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നു, ക്ലോസ് ആവുന്നു. സോ ഫാസ്റ്റ് ആയിട്ട് കാണുമ്പോൾ ചിലപ്പോൾ അത് അറിയുള്ളൂ, പക്ഷേ ഞാൻ സ്ലോ മോഷനിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് ആനിമേഷൻസ് പാരലലി വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ബ്രോ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ആരെങ്കിലും ആപ്പ് ഓപ്പണിംഗ് ആപ്പ് ക്ലോസിംഗ് ഒക്കെ ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യൂല. പക്ഷെ പലയിടത്തും ഇത് ആപ്പ് ഓപ്പണിംഗ് ആപ്പ് ക്ലോസിംഗിൽ മാത്രമല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുമ്പോഴും ബാക്ക് പോകുമ്പോഴും അത് പലയിടത്തും ആ ഒരു വളരെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്മൂത്ത്നെസ് ആണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരുപാട് നാളുകളായിട്ട് സാംസങ്ങിന്റെ One UI ആണെങ്കിലും ആപ്പിളിന്റെ iOS ആണെങ്കിലും ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പറയുന്ന UI കിട്ടാത്ത ഒരു തരം ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്മൂത്ത്നെസ് ColorOSൽ കിട്ടുന്നുണ്ട്. പിന്നെ UIയിലുള്ള സ്മൂത്ത്നെസ് മാത്രം പോരല്ലോ, കാരണം പല ഫോൺസിലും UI സ്മൂത്ത് ആണെങ്കിലും മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ബഗ്സും ലാഗ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. എന്നാൽ ColorOSൽ അത് വരാതിരിക്കാൻ വേണ്ടി ഇതിൽ ട്രിനിറ്റി എഞ്ചിൻ വരുന്നുണ്ട്. സോ ട്രിനിറ്റി എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണല്ലോ. സോ സ്റ്റോറേജിൽ അനാവശ്യമായിട്ടുള്ള ഫയൽസ്, മൾട്ടിപ്പിൾ ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയുക, ഡിലീറ്റ് ചെയ്യുക. അതായത് നമ്മൾ പോലും അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടി സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കും. നമ്പർ 2 ആണ് നമ്മുടെ ഫോണിലുള്ള റാം. ഫോർ എക്സാമ്പിൾ ഇന്നലെ നമ്മൾ വലിയൊരു ഗെയിം, ഹെവി ഗെയിം ഓപ്പൺ ചെയ്ത് വെച്ചു, ക്ലോസ് ചെയ്തില്ല. പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കിയാലും അത് റാമിൽ തന്നെ ഉണ്ടാവും. ആ ഒരു ഗെയിം അവർ ക്ലോസ് ചെയ്യില്ല. അതായത് ബെറ്റർ റാം മാനേജ്മെന്റിന് വേണ്ടി ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ റാമിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓപ്പൺ ആയി വരും. ആ ഒരു ലാഗ്, അല്ലാതെ എല്ലാം തവണ ഫുൾ ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയി വരും. മൂന്നാമത്തേതാണ് CPU. അതായത് നമ്മുടെ പ്രോസസ്സിംഗ് പവർ എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ ആപ്ലിക്കേഷനിൽ എത്ര പവർ കൊടുക്കണം, കാര്യങ്ങളൊക്കെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഈ ഒരു ട്രിനിറ്റി എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹെവി ഗെയിം, അതായത് BGMI കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ, അതിൻ്റെ ഇടയിൽ നോട്ടിഫിക്കേഷൻ വരുന്നു, ഫോൺ കോൾ വരുന്നു. സോ നിങ്ങളെ ഫോൺ കോൾ എടുത്തിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും, അതായത് മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് സ്മൂത്ത്ലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാട്സാപ്പിൽ നമ്മൾ ഈ ഹെവി വീഡിയോസ് ഒക്കെ, അതായത് 400 MB അപ്പുറത്തുള്ള മൾട്ടിപ്പിൾ ഫയൽസ്, 4-5 ഫയൽസ് ഒരുമിച്ച് നമ്മൾ സെൻഡ് ചെയ്താലും ഒരു തരത്തിലുള്ള ലാഗോ സ്റ്റക്കോ നിങ്ങൾ ഇതിന്റെ UIയിൽ ഫേസ് ചെയ്യില്ല. സോ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന എഞ്ചിനൊക്കെ കൊള്ളാം, പക്ഷെ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം എന്താണ്? കാണാൻ നല്ല ലുക്ക് ആയിരിക്കണം. നല്ല ലുക്കിന് വേണ്ടി ആവശ്യമുള്ള ഒരു ഘടകമാണ് കസ്റ്റമൈസേഷൻ. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ലോക്ക് സ്ക്രീൻ ആൻഡ് ഹോം സ്ക്രീൻ. എന്താ ഒരു സ്മൂത്ത്നെസ്, അതായത് ഒരു സിനിമാറ്റിക് ഫീലാണ് കിട്ടുന്നത്. അതായത് ചില അനിമേഷൻസ് ഒക്കെ നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്ത് വാൾപേപ്പറിലേക്ക് കയറി വരുമ്പോൾ വാൾപേപ്പർ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇറ്റ്സ് വെരി വെരി നൈസ്. ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ColorOS ഉള്ള ഒരു ഡിവൈസിൽ നിന്ന് ഫോർ എക്സാമ്പിൾ One UI അല്ലെങ്കിൽ ആപ്പിളിൻ്റെ iOSലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മിസ് ചെയ്യുന്ന ചില ഫീച്ചറുകളിൽ ഒന്നാണ് ഈ പറയുന്ന ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ലോക്ക് സ്ക്രീൻ വാൾപേപ്പറിൻ്റെ ഒരു ആനിമേഷൻ. ഇതിനെയാണ് ഓപ്പോ ഫ്ലക്സ് തീം 2.0 എന്ന് പറയുന്നത്. സെറ്റിംഗ്സിൽ കയറി നോക്കിയാൽ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഉള്ള ഫ്ലക്സ് തീംസ് വരുന്നുണ്ട്. പിന്നെ ColorOS 15ൽ ഈ ടെക്സ്റ്റ് നമുക്ക് മാറ്റാൻ കഴിയില്ലായിരുന്നു. ColorOS 16ൽ ആ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടെക്സ്റ്റും എഡിറ്റ് ചെയ്യാൻ പറ്റും. ColorOS 15ൽ നമുക്ക് ഫോൾഡേഴ്സ് ഇതായി ഇങ്ങനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ColorOS 16ൽ അതുക്കും മേലെയാണ്. അതായത് നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ എടുത്തിട്ട് ഇങ്ങനെ വലിച്ച് താഴേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഇങ്ങനെ വലുതാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നേരെ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻസിലേക്ക് പോകാം, അല്ലെങ്കിൽ മെസ്സേജിലേക്ക് പോകാം. അതായത് ഈ ColorOSനെ ഫോർ എക്സാമ്പിൾ One UI അല്ലെങ്കിൽ iOSൽ നിന്ന് മാറ്റി നിർത്തുന്ന ചില ഫീച്ചറുകൾ ഒന്നാണ് ഈ പറയുന്ന സ്കെയിലബിൾ ഐക്കൺസ്. അതുപോലെ തന്നെ ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് മേളിൽ ഓൾ ആൻഡ് കാറ്റഗറീസിന്റെ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ പോലെ വരും. പിന്നെ ഈ ക്വിക്ക് ടോഗിൾസ് എഡിറ്റ് ചെയ്യുന്ന ബട്ടൺ മേളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈവൻ ഈ പറയുന്ന ക്വിക്ക് ടോഗിൾസിന്റെ കളർ തീം വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്ന വെതർ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഒരു ആനിമേറ്റഡ് വെതർ ആപ്ലിക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. അതേ രീതിയിൽ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഫോട്ടോസ് ആപ്ലിക്കേഷനുള്ള ലേ ഔട്ട് അവർ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈവൻ കോമ്പസ് ആപ്ലിക്കേഷൻ,
ആപ്ലിക്കേഷൻ, പുതിയ കോമ്പസ് ആപ്ലിക്കേഷൻ കാണാൻ നല്ല രസമുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അത് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് സിമ്പിൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വേണ്ട, ഫുൾ സ്ക്രീൻ ആയിട്ട് തെളിഞ്ഞു വരണമെങ്കിൽ ആ ഒരു സംവിധാനവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്പോ. പിന്നെ ഈ കാണുന്ന നോച്ചിൽ ലൈവ് അലേർട്ടിന്റെ ഫീച്ചർ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റും. അതായത് അറിയാലോ, ലൈവ് ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഓപ്പോ ഇതിനെ അക്വാ ഡൈനാമിക്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ താഴെ ഇങ്ങനെ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ലൈവ് ആക്ടിവിറ്റി അവിടെ കയറി ഇരുന്നോളും. പിന്നെ 2026 ഒരു സ്മാർട്ട് ഫോണിന്റെ UI കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് AI. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന AI മൈൻഡ് സ്പേസ് ബേസിക്കലി അഡ്വാൻസ്ഡ് സ്ക്രീൻഷോട്ട് എന്നൊക്കെ പറയാൻ പറ്റും. എന്നാൽ ഈ സ്ക്രീൻഷോട്ട് ഓട്ടോമാറ്റിക്കലി ഒരു മെമ്മറിയിൽ സേവ് ആയിട്ട് AI ഇതിനെ പ്രോസസ്സ് ചെയ്ത് അതിന്റെ ഡേറ്റ മാറ്റി വെച്ചിരിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ ആ പറയുന്ന ഡേറ്റ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഫീച്ചർ എന്താണെന്ന് അറിയാം, അതാണ് ഈ കാണുന്ന AI സെർച്ച്. അതായത് ഒരു ഫോണിന്റെ സെറ്റിംഗ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഒരു മെയിൻ ഓപ്ഷൻ, അതിൻ്റെ അകത്തുള്ള ഒരു ഓപ്ഷൻ, പിന്നെ അതിൻ്റെ അകത്ത് ഓപ്ഷൻ, അങ്ങനെ ഓപ്ഷനോട് ഓപ്ഷൻസ് ആയിരിക്കും. എന്നാൽ കളർ ഓയിസിൽ ആ ഒരു ടെൻഷൻ വേണ്ട. ഫോർ എക്സാമ്പിൾ ഈ ഫോണിന്റെ ഡിസ്പ്ലേ ഔട്ട് ഓഫ് ദ ബോക്സ് ഭയങ്കര പഞ്ചി, ഭയങ്കര സാച്ചുറേറ്റഡ് കളേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇത്രയും കളേഴ്സ് വേണ്ട, കളർ കുറയ്ക്കണം. ചേഞ്ച് ഡിസ്പ്ലേ കളർ എന്ന് സെർച്ച് ചെയ്യുക. ആ AI സെർച്ച് വർക്ക് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു സെറ്റിംഗ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരും. ക്ലിക്ക് ചെയ്യുക, കളർ മാറ്റുക, കഴിഞ്ഞു. അതായത് ആ ഒരു സെറ്റിങ്ങിൻ്റെ പേര് കറക്റ്റ് ഇട്ടുകൊണ്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അങ്ങനെ ആ ഒരു ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്ത് കറക്റ്റ് സെറ്റിംഗ് അത് കാണിച്ചു തരും. ഈവൻ ഒരു PDF ഫയൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഫയലിന്റെ അകത്തുള്ള കാര്യങ്ങൾ വരെ ഇതിന് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. സോ നിങ്ങളുടെ കയ്യിൽ ഓപ്പോ ഫോൺ ഉണ്ടെങ്കിൽ, കളർവൈസ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെയാണ് ഈ കാണുന്ന AI റെക്കോർഡിംഗ്. സോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും എന്തും ആയിക്കോട്ടെ, അതിൻ്റെ കംപ്ലീറ്റ് ടെക്സ്റ്റ്, ചാപ്റ്റേഴ്സ്, സമ്മറി അതെല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ AI റെക്കോർഡിംഗ് ഫീച്ചർ എടുത്തു തരും. ഈവൻ പ്രത്യേകം സ്പീക്കറിന്റെ പേരും അവിടെ എഴുതി കാണിക്കും. അതായത് സ്പീക്കർ 1, സ്പീക്കർ 2 കറക്റ്റായിട്ട് അതായത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യമില്ല, ആ ഒരു പണി നമുക്ക് വേണ്ടി AI എടുത്തോളും. പിന്നെ ഗാലറി ആപ്ലിക്കേഷൻ ഉള്ള AI ഫീച്ചേഴ്സ് അറിയാലോ, AI റീകമ്പോസ്, AI ഇറേസർ, പെർഫെക്റ്റ് ഷോട്ട്, എൻഹാൻസ് ക്ലാരിറ്റി, അൺബ്ലർ, റിമൂവ് റിഫ്ലക്ഷൻ, ഇതൊക്കെ ഉണ്ട്. എന്നാൽ ഈ അടുത്തിടെ എന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തൊരു AI ഫീച്ചറാണ് AI പോർട്രേറ്റ് ഗ്ലോ. അതായത് പലപ്പോഴും നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അത് ഇൻഡോർ ഒക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ഇരുണ്ടിരിക്കും ഫേസിന്റെ. എന്നാൽ ഈ ഫീച്ചർ ഉപയോഗിച്ച് വളരെ നാച്ചുറലി നമുക്ക് ആ ഒരു ഫേസ്, ആ ഫോട്ടോ ഉള്ള ഫേസ് അല്ലെങ്കിൽ ഈവൻ ബോഡി ആണെങ്കിൽ ലൈറ്റ് അപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം സോഫ്റ്റ് ബോക്സ് ഉപയോഗിച്ചാണല്ലോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ് ബോക്സ് ആ ഒരാളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് കിട്ടുന്ന ഒരു ലൈറ്റിൽ, ഒരു സോഫ്റ്റ് ലൈറ്റ്, അങ്ങനെയാണ് വർക്ക് ആവുന്നത്. ഇറ്റ് വർക്ക്സ് സോ നൈസ്ലി. അതായത് വെറുതെ ഇങ്ങനെ ബ്രൈറ്റ്നസ് കൂട്ടുന്നു, എക്സ്പോഷർ കൂട്ടുന്നു, അങ്ങനെയുള്ള മാറ്റമല്ല. നിങ്ങളുടെ ഓപ്പോ ഫോണിൽ ഈ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇറ്റ്സ് വെരി നൈസ്. പിന്നെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇതൊരു ആൻഡ്രോയിഡ് ഫോണാണ്. സോ മറ്റേ ആൻഡ്രോയിഡ് ഫോൺസ് ആണെങ്കിലും ടാബ്ലറ്റ് ആണെങ്കിലും PC ആണെങ്കിലും ഈസിലി അതുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ കളർവൈസ് 16 ഉള്ള ഡിവൈസുകൾ നിങ്ങൾക്ക് ഈവൻ ഐഫോൺസ് ആൻഡ് മാക്ബുക്കിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ആ ഒരു ഐഫോൺ അല്ലെങ്കിൽ മാക്ബുക്കിൽ O+ കണക്ട് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിനുശേഷം ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് ഇതാ ഇങ്ങനെ മുട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. വളരെ നല്ലോണമാണ് വർക്ക് ആവുന്നത്. ഈവൻ ആ ഒരു ആനിമേഷൻ കണ്ടില്ല, ആനിമേഷനും നമ്മൾ iOSൽ കണ്ടുവരുന്ന തരത്തിലുള്ള ആനിമേഷൻസ് ആണ് വരുന്നത്. നിങ്ങൾ ഇതേ O+ കണക്ട് ആപ്ലിക്കേഷൻ മാക്ബുക്കിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഫയലുകൾ നിങ്ങൾക്ക് ഈസിലി അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓപ്പോ ഫോൺ അല്ലെങ്കിൽ കളർവൈസ് 16 ഉള്ള ഫോൺ ഉപയോഗിച്ച് ആ മാക്ബുക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറയുന്ന AI ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഇമേജ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഇമേജ് ഫസ്റ്റ് സെർവറിലേക്ക് അപ്ലോഡ് ആവും. സോ അവിടെ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂ ഇല്ല. കാരണം കളർവൈസ് 16ൽ PCC സപ്പോർട്ട്, അതായത് പ്രൈവറ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സപ്പോർട്ട് ഓപ്പോ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് മറ്റൊരു തേർഡ് പാർട്ടിക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഓപ്പോ അവരുടെ കളർവൈസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രൈവസി ഫീച്ചർ CPU ആൻഡ് GPU ലെവലിൽ വരെ വർക്ക് ആവുന്നുണ്ട്. മറ്റ് ആൻഡ്രോയിഡ് കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ സെക്യൂരിറ്റി ഓപ്പോ കളർവൈസ് 16ൽ കൊടുത്തിട്ടുണ്ട്. സോ സ്മൂത്ത്നെസ് ആണെങ്കിലും കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ആണെങ്കിലും ഇക്കോസിസ്റ്റം ആണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും AI ആണെങ്കിലും എല്ലാ മേഖലകളിലും കിടിലനായിട്ട് ഷൈൻ ചെയ്യുന്ന ഒരു UI ആണ് ഈ കളർവൈസ് 16. എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ടോപ്പ് 3ലാണ് വരുന്നത്. യെസ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ അനുസരിച്ച് നിങ്ങളുടെ ടോപ്പ് 1, ടോപ്പ് 2 മാറും. പക്ഷേ തീർച്ചയായിട്ടും കളർവൈസ് ഇസ് ദെയർ ഇൻ ടോപ്പ് 3. ഇത് നിങ്ങൾക്ക് Reno 15 സീരീസിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.